ദീപക്, ഈ പട്ടിക പ്രഖ്യാപിച്ച ശേഷം കെ സുധാകരന്റെ നീക്കം എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ സീറ്റില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന് അറിയുമ്പോഴും തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് കെ സുധാകരന്റെ തീരുമാനം. അല്പം മുമ്പ് രമേശ് ചെന്നിത്തല അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നൽകിയ പ്രതികരണത്തിൽ പോലും സുധാകരന് അനുനയത്തിന് വഴങ്ങിയതായുള്ള ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും സുധാകരന്റെ അടുത്ത നീക്കം എന്ത് എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം സുധാകരനെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും കോൺഗ്രസ് എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് കൃത്യമായി പറഞ്ഞു, സുധാകരൻ പാർലമെന്റിൽ തുടരുക, നിയമസഭയിൽ മത്സരിക്കാൻ പറ്റില്ല. ഹൈക്കമാൻഡിന്റെ സന്ദേശം കൃത്യമായി സുധാകരൻ നൽകി. പക്ഷേ സുധാകരൻ പറയുന്നത് ഇത് പറഞ്ഞു പറ്റിക്കലാണ് എന്നുള്ളതാണ്. അതായത് നേരത്തെ പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മത്സരിക്കാം, മന്ത്രിയാകാം എന്നുള്ള ഉറപ്പ് ഹൈക്കമാൻഡ് നൽകിയിരുന്നു. അങ്ങനെയാണ് താൻ പാർലമെന്റിൽ മത്സരിക്കാനും കണ്ണൂർ സീറ്റ് പിടിച്ചെടുക്കാനും തയ്യാറായത് എന്നുള്ളതാണ് കെ സുധാകരന്റെ പക്ഷം. അത് കെ സുധാകരൻ കൃത്യമായി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡ് വേഴ്സസ് കെ സുധാകരൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കെ സി വേണുഗോപാൽ അതുപോലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും കെ സുധാകരനുമായി ഫോണിലും മറ്റും സംഭാഷണം നടത്തി. ഏറ്റവും ഒടുവിൽ അനുരഞ്ജനത്തിന് വേണ്ടിയാണ് പഴയ ഐ ഗ്രൂപ്പ് നേതാവ് കൂടി എന്നുള്ള നിലയിലാണ് പരിഗണിച്ചാണ് രമേശ് ചെന്നിത്തല അങ്ങോട്ടേക്ക് അയച്ചത്. ആ അനുനയ നീക്കം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ണൂർ ഒഴിച്ചിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതായത് കെ സുധാകരന് സീറ്റില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു മിന്നൽ പ്രകടനം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ കണ്ണൂർ ഒഴിച്ചിടും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം, ഇന്നലെ CPM വിട്ട TV ഗോവിന്ദനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കില്ല. മറ്റൊന്ന്, മലമ്പുഴയിൽ VSന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷിനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ വെക്കാൻ പോകുന്നു. പാലക്കാട് രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നു. മറ്റൊരു കാര്യം, തവനൂർ നേരത്തെ ലീഗിന് വിട്ടുകൊടുത്ത് തിരുവമ്പാടി ഏറ്റെടുത്തുകൊണ്ട് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എന്നുള്ളതായിരുന്നു തീരുമാനം. എന്നാൽ തിരുവമ്പാടിയിൽ ലീഗ് തന്നെ മത്സരിക്കും. അവിടെ തവനൂരിൽ VS ജോയി മലപ്പുറം DCC പ്രസിഡന്റ് മത്സരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.